തൊഴിലുറപ്പ് പദ്ധതിയിൽ UPA സർക്കാരിന്റെ തീരുമാനങ്ങളെ BJP സർക്കാർ അട്ടിമറിക്കുകയാണ് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി പദ്ധതി അട്ടിമറിക്കുകയാണെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നതാണ് നിയമമെന്ന് NK പ്രേമേന്ദ്രൻ MP ആരോപിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റുന്നതിനെ രമേശ് ചെന്നിത്തല വിമർശിച്ചു. നടപടി ശക്തിയുക്തം എതിർക്കുമെന്ന് ജോൺ പിട്ടാസ് MP പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതി തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കുക മാത്രമല്ല, അതിന് പുതിയ ഒരു നാമധേയം കൊടുത്തുകൊണ്ട് ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് മറ്റൊരു നാമധേയം കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി ഇവർ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശക്തമായ എതിർപ്പുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്ന നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. തൊഴിലുറപ്പ് റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ തൊഴിലെടുക്കാനുള്ള അവകാശം ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ നൽകണമെന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് ഈ നിയമനിർമ്മാണത്തിൽ പൂർണ്ണമായും അപ്രസക്തമാകുകയാണ്. മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയുടെ നാമകരണത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്ന ആളുകൾ പിന്നെ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും അവർ ഗാന്ധിവധം ഇപ്പോഴും ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുക എന്നുള്ളത്. ഇനി അവർ രാഷ്ട്രപിതാവ് എന്നുള്ള പേരോടെ എപ്പോൾ ഒഴിവാക്കുമെന്ന് ആലോചിച്ചാൽ മതി. അതും അവർ ചെയ്യും. വധിക്കുന്ന ഒരു ഗൂഢതന്ത്രമാണ് യഥാർത്ഥ റാംജി ബിൽ. റാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളികളുടെ ഒരു അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് പുതിയ ബില്ലുമായിട്ട് ഇവർ വന്നിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും. മാത്രമല്ല 50,000 കോടി രൂപയുടെ അധികഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുകയാണ്. ഈ ബില്ലിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ അഴിച്ചുവിടുന്നത്.